ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞങ്ങളുടെ ബാലി ട്രിപ്പ് പാർട്ട് 2 ആണ്. ഐ നോ ഇറ്റ്സ് ബീൻ വെരി ലോങ് ആഫ്റ്റർ ഐ പോസ്റ്റഡ് ഫസ്റ്റ് പാർട്ട്. ആക്ച്വലി ഇടയ്ക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിൽ കുറച്ച് ബിസി ആയി പോയി. സോ യാ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ വ്ളോഗ്. നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ ബാലി നമ്മൾ ഉബുദിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് ആർട്ടിനി ഡിജ്വ റിസോർട്ട് ഇൻ ഉബുദ്. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഞാൻ ഉബുദിനെ കുറച്ച് ഒരു ബിസി പ്ലേസ് ആണ് എന്ന് വിചാരിച്ചത്. But the moment we reached here, everything just felt different. അവിടെ റീച്ച് ചെയ്തപ്പോൾ there was this soft traditional music playing in the background. ഒരു വെൽക്കം ഡ്രിങ്ക്, ഒരു warm smile, and suddenly everything felt so calm. Hello. Hi there. Welcome to our sanctuaries, the Artini Bikula. Thank you. Did you register already? Yeah. Already? Yeah. Yeah. Alright. അവർ നമ്മളിനെ റിസോർട്ടിൽ ഒരു ഷോർട്ട് ടൂർ കൊണ്ടുപോയി. ബട്ട് ഞാൻ ഓൾറെഡി ലോസ്റ്റ് ആയി. നോട്ട് ലിറ്ററലി. ഈ ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ടിട്ടാണ്. ചുറ്റും ഫുള്ളി ഗ്രീനറി ആണ്. ഒരു സൈലൻസ് ഉണ്ട്, പക്ഷെ അത് എംപ്റ്റി സൈലൻസ് അല്ല. ഇറ്റ്സ് ദി കൈൻഡ് ഓഫ് സൈലൻസ് ദാറ്റ് ഹീൽസ് യു. ആൻഡ് ആസ് വി ജസ്റ്റ് വാക്ക് ത്രൂ ദ പാത്വേ യു കുഡ് സീ there's a little details everywhere. ഫ്ലവേഴ്സ് ആയിക്കോട്ടെ, ട്രഡീഷണൽ ആർക്കിടെക്ചർ ആയിക്കോട്ടെ, എവറിത്തിങ് ഫെൽ സോ തോട്ട്ഫുള്ളി ഡൺ. ദ സ്റ്റാഫ്സ് എല്ലാവരും സോ കൈൻഡ് ആയിരുന്നു. ദേ വർ ഹെൽപ്പിംഗ് അസ് വിത്ത് അവർ ലഗേജ്. ബട്ട് അതൊരു സർവീസ് പോലെ അല്ല തോന്നിയത്. ഇറ്റ് ഫെൽ സോ ജെന്യൂൻ, ലൈക്ക് ദേ റിയലി കെയർഡ്. എല്ലാവരും പാവം വെയിറ്റ് ഒക്കെ തൂക്കിയിട്ട് പോണ്. നല്ലൊരു വലിയ മിറർ ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ എക്സ്. Be carefully with the last It's chair oh yeah. because it's a little bit heavy. Okay. Yeah. Yeah. നമ്മളുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് നമ്മളുടെ വ്യൂ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം. അച്ഛനും മോനും അവിടെ ഇരിക്കുന്നത്. നമ്മുടെ പെട്ടികളൊക്കെ കുറച്ച് അധികം ഉണ്ട്. എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സിഡ്നി പോവും. സോ അതുകൊണ്ടാണ്. ബ്യൂട്ടിഫുൾ സ്റ്റേ ആണ്. കാണാൻ ഒരു എസ്തറ്റിക് അവർ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ അച്ഛൻ ഇരിക്കുന്നുണ്ട്. അച്ഛനും മോനും അവിടെ ബാത്ത് ടബിലാണ്. നല്ലൊരു ബാത്റൂമാണ് ഉള്ളത്. ആൻഡ് ഇവിടെ വാഷ് ഏരിയ, അത് നമ്മളുടെ കുളിക്കുന്ന ഏരിയ. നോട്ട് ബാഡ്. എല്ലാം ഉണ്ട് ഇവിടെ തന്നെ. ഭയങ്കര ടയർഡാണ്. എനിക്ക് നല്ല റെസ്റ്റ് എടുക്കണമെന്നുണ്ട്. ഞാൻ റെസ്റ്റ് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങളോട് കിടക്കാം. Later that same whoopsie-doodle day. ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് സ്പാ ഏരിയ കണ്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല റിലാക്സേഷൻ കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഒരു ദിവസമേ ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ഇന്ന് സ്പാ എടുക്കാൻ പറ്റില്ല. വിക്കി പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്പാ എടുക്കാമെന്ന്. മേ ബി നെക്സ്റ്റ് 2 days അല്ല വിക്കി? ഒരു പ്രാവശ്യം ഞാൻ പോയി എടുത്താൽ ഇനി ഒരു പ്രാവശ്യം വിക്കി പോയി എടുത്തിട്ട് വരും. സോ ദാറ്റ്സ് ഹൗ വി പ്ലാൻഡ്. നോക്കാം. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഷോർട്സൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാം. കുറച്ച് ചൂടായിട്ടുണ്ട് ഇവിടെ എനിക്ക് നടക്കുമ്പോൾ. അത് അപ്പോൾ നല്ലൊരു ബാത്ത് എടുത്തു. നല്ല റിലാക്സ് ആയിട്ടൊരു ബാത്ത് എടുത്തിട്ട് ഇപ്പം ഞങ്ങൾ നമ്മുടെ ഇവിടെ നിന്ന് പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. നോക്കട്ടെ എന്തൊക്കെയുണ്ട് ഇവിടെ നിന്ന്. ഫസ്റ്റ് വിഹാനിന് എന്തെങ്കിലും കൊടുക്കണം. വിഹാനിന് ഫുഡ് സെറ്റായില്ല. അവനൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അവൻ്റെ ഫുഡ് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ വേറെ എല്ലാം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫ്രണ്ടിൽ കാണിക്കാം. റിസോർട്ടിലിരുന്ന് പുറത്ത് വന്നപ്പോൾ ഇറ്റ് ഓൾമോസ്റ്റ് ഫെൽറ്റ് ലൈക്ക് സ്റ്റെപ്പിംഗ് ഇൻ ടു എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വേൾഡ്. Roads full of life, restaurants and small cafes and shops. എല്ലാം so vibrant and busy ആയിരുന്നു. ഹോണസ്റ്റ്ലി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്രയും ലൈവ്ലി ആയി ഇരിക്കുമെന്ന്. ബിക്കോസ് മോർണിംഗിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് വാസ് റിയലി കാം. ബട്ട് ദിസ് സൈഡ് ഓഫ് ഉബൂദ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ചാം.
കുറേ നടന്നു, കുറേ എക്സ്പ്ലോർ ചെയ്തു. അപ്പം നമ്മൾ വിശന്നപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കയറി. നമ്മൾ ഇവിടെ നിന്ന് ഈ ഹോട്ടലിൽ വന്നു. വിഹാന് ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. അവന് വേറെ ഒന്നും ഇഷ്ടമാവുന്നില്ല. അപ്പോൾ നമ്മൾ ചീസ് ബൈറ്റ്സ് എന്നൊന്ന് കണ്ടപ്പോൾ അതൊന്ന് മേടിച്ചു. അതാണ് അവൻ കഴിക്കുന്നത്. പിന്നെ മുട്ട മേടിച്ചിട്ടുണ്ട്. മുട്ട ചെയ്യാൻ പറ്റിയാൽ ചെയ്യണം. ബാലിയിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. യെസ്, എന്തായിരുന്നു ഇങ്ങനെ തോന്നുന്നു? വന്ന ഉടനെ കുറെ ട്രാജഡി ഉണ്ടായി എയർപോർട്ട്. എന്താ അറിയോ, കറക്റ്റ്. ഫസ്റ്റ് എനിക്ക് നല്ല ഉറക്കം കിട്ടിയിട്ടില്ല. പിന്നെ വന്ന ഉടൻ എനിക്ക് ഓരോരു ചില ആൾക്കാരൊക്കെ പറ്റിപ്പാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് നമ്മൾ എല്ലാത്തിനും ഓക്കെ പറഞ്ഞു വിട്ടാൽ നമ്മുടെ തലയ്ക്ക് വരുന്നുണ്ട് എല്ലാവരും. അപ്പോൾ നമ്മൾ കോഷനായിട്ട് ഇരുന്നിട്ട് എല്ലാം ചെയ്യണം. പിന്നെ അപ്പോൾ ഞങ്ങൾ റൂമിലെത്തിയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ റൂമാണ്. ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ച് തന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു റൂമാണ്, നല്ലൊരു ബാത്ത് എത്ത്. ഞാനും വിഹാനും അച്ഛനും വിക്കിയും നല്ലൊരു ബാത്ത് എത്ത്. പിന്നെ നമുക്ക് പയ്യെ നടന്ന് വന്ന് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. വിഹാൻ്റെ ഫുഡ് ഒന്നും എടുക്കുന്നില്ല. നമ്മൾ പാക്ക് ചെയ്തത് അവൻ അത്ര സെറ്റായില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചീത്തയായിപ്പോയി. അപ്പോൾ അവന് പുതിയതായിട്ടൊന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഇപ്പം അവൻ കഴിക്കുന്ന സാധനം. ഇപ്പം ഇതാണ് കഴിക്കുന്നത്. കൊടുത്തു 2-3 പീസ് കൊടുത്തിട്ട് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ചേച്ചിയുടെ അപ്പം. അവനക്ക് ചേച്ചിമാർ കിട്ടിയാൽ മതി. അവൻ ഫുൾ എൻജോയ്മെൻറ്റാണ്. കുറച്ച് നേരമായി അവനും ആ ചേച്ചി ഇരുന്ന് അന്തം വിട്ട് നോക്കണം ആ ചേച്ചി എന്താ പറയുന്നതെന്ന് പറഞ്ഞിട്ട്. നഗറ്റ്സ് നമ്മൾ വിഹാനെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളുടെ ചിക്കൻ സോസേജ് ആണ്, പിസ്സയാണ്. The next day. Hi guys, good morning from Bali. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ എന്താ ഒരു വ്യൂ കാണുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളുടെ ഫ്രണ്ട് വ്യൂ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. രാവിലെ എണീച്ചിട്ട് ഇത് കാണുമ്പോൾ എന്ത് മനസ്സിൽ ഹാപ്പിനെസ് ആണെന്ന് അറിയോ. നല്ലൊരു പീസ്ഫുള്ളായിട്ട് ഞങ്ങൾ എല്ലാവരും ആക്ച്വലി നല്ല ഉറങ്ങി, നല്ല ടയർഡല്ലേ. അപ്പോൾ നല്ലോണം ഉറങ്ങി. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ വിഹാനും അച്ഛനും റെഡിയായി. വിഹാൻ റെഡിയല്ലേ കൂട്ടാ? ഏ കുഞ്ഞു പപ്പു റെഡിയായി. അവനാണ് ഒന്നും കഴിക്കാത്തത്. നോക്കൂ, ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി നമുക്ക് പാക്ക് ചെയ്യാനുണ്ട്. ഞാനും ചേഞ്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വന്ന് കാണാം. ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് വിഹാൻ്റെ ഫുഡാണ് ഇതിലുള്ളത്. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. അറിയണ്ടോന്ന് അറിയില്ല. സോ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണ്ടേ. ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് അവിടെ നിന്ന് കളിക്കുന്നു. വാ വിക്കി കഴിച്ചിട്ട് വരാം. കുട്ടുപാപ്പു എവിടെ? കുട്ടുപാപ്പു ഹായ് പറ. ഹായ്. അവൻ്റെ അച്ഛനെ തരാൻ നോക്കും. ഞാൻ ഇതുവരെ അച്ഛനും മോനും ഈ സ്ഥലമൊക്കെ വന്ന് കറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്രേ ദിവസമായി ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് സമയം. പക്ഷെ ഞാൻ വന്നിട്ടില്ല. ഞാനിപ്പോഴാണ് വന്ന് കാണുന്നത്. നമ്മുടെ ഗണപതി ഉണ്ട് ഇവിടെ. ഗണപതിയുടെ ഐഡിയല്ലുണ്ട്. 2 പൂളുണ്ട് കേട്ടോ ഇവിടെ. അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. സിംതാനുമാണ്, നല്ലതാ. ഓ, അതാ നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഓക്കെ, എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. എത്തിയിട്ട് കാണിക്കാം. നല്ലൊരു ബീച്ച് ആയിരുന്നു. ഈ ചെറുക്കൻ ഒന്നിത്തിന് വിഹാൻ വാസ് ലിറ്റിൽ ക്രാങ്കി ബിക്കോസ് ഇന്നലെ അവൻ പ്രോപ്പറായിട്ടൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ ഇതൊരു ന്യൂ പ്ലേസ് ഉണ്ട്. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പ്രോബബ്ലി അതായിരിക്കും. ഞാൻ അവന് ബോയിൽഡ് ഒക്കെ കൊടുക്കാൻ ട്രൈ ചെയ്തു. പക്ഷെ സാറിന് അതൊന്നും കഴിക്കാൻ റെഡി ആയിട്ടില്ല.
വിഹാൻ ഹൈ ചാർട്ടിൽ ഇരിക്കാനും മൂഡില്ല. പുള്ളി ഫുൾ ആക്റ്റീവ് മോഡിലായിരുന്നു. സോ വിക്കി ഇപ്പോൾ വിഹാനെ കൊണ്ട് ഒരു ചെറിയ വാക്കിന് പോയി. ഹോണസ്റ്റ്ലി ഇങ്ങനത്തെ സ്മോൾ ഹെൽപ്പ് മേഡ് തിങ്സ് മച്ച് ഈസിയർ അല്ലേ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തപ്പോൾ വിക്കി കെയിം ബാക്ക് ആൻഡ് ഫൈനലി ഹാഡ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് പീസ്ഫുള്ളി. ആൻഡ് ഐ തിങ്ക് എവറി പാരന്റ് ട്രാവലിംഗ് വിത്ത് കിഡ്സ് വിൽ റിലേറ്റ് ടു ദിസ്. പ്ലാൻസ് പെർഫെക്റ്റ് ആയിരിക്കില്ല സംടൈംസ്, പക്ഷേ ആ സ്മോൾ കെയോട്ടിക് മൂമെന്റ്സ് തന്നെ ലേറ്റർ ബെസ്റ്റ് മെമ്മറീസ് ആയിട്ട് ആവും അല്ലേ? ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നോളം ഗ്രീക്ക് യോഗട്ടാണ്. ആൻഡ് അങ്ങനെ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഗൈസ് എൻജോയ് ദിസ് വ്ലോഗ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. നമ്മുടെ സ്റ്റാച്ചു ആണ്.